നമസ്കാരം ഷൈജ് ചേട്ടാ. നമസ്കാരം. ഒരുപാട് ദിവസങ്ങളായി ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തും റോയ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ചും ഷാജി വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും കേൾക്കുന്നു. അപ്പം ഷൈച്ചേട്ടനെ കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ, ഷൈച്ചേട്ടനെ അടുത്തറിയുമ്പോൾ കൂടുതൽ ആഴത്തിൽ അറിയണമെന്നൊരു ആഗ്രഹം. എന്നാ വിചാരിച്ച് നമുക്ക് ഇങ്ങനൊരു സെഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്തായിരുന്നു ഷാജി വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇങ്ങനെ നയിക്കാൻ ഉണ്ടായൊരു സാഹചര്യം എന്നുകൂടി അടുത്തറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു ഷായിച്ചേട്ടൻ്റെ ഒരു തുടക്കം, ഒരു ലൈഫ് ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാ ഇതൊരു ഇപ്പോൾ ഉപയോഗിച്ച വാക്ക് തന്നെ, ഇതൊരു ജേണിയാണ്. ഞാനിപ്പോൾ ഇത്രയും വർഷം ഓടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നാട് എവിടെയായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്പാർക്കിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ അടുത്തൊരു വില്ലേജിലാണ്. ശരിക്കും മൂവാറ്റുപുഴ പ്രോപ്പർ പണ്ടപ്പള്ളി എന്ന സ്ഥലമാണ്. മൂവാറ്റുപുഴ പുത്താട്ടൂർ റൂട്ടിൽ കുറച്ച് 5-8 കിലോമീറ്റർ പോകുമ്പോൾ ആസ് യൂഷ്വൽ ഒരു പ്യുവർലി അഗ്രികൾച്ചർ ഫാമിലി. കുറെ ലാൻഡുകൾ, കുറേ പാടങ്ങൾ, അതിൽ കഠിനാധ്വാനം ചെയ്യുന്ന പലരെ പോലെ എൻ്റെ ഫാദറും അതിൽ സപ്പോർട്ട് ചെയ്യാൻ മദറും. അപ്പോൾ കുഞ്ഞൊരു ആ ഒരു ലോക്കൽ എങ്ങനെ വളർന്നു വന്നോ അത് തന്നെയായിരുന്നു എൻ്റെ. ഞാൻ ഇളയാളാണ്, എനിക്ക് മൂത്ത സിസ്റ്റർ ഉണ്ട്, രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മ വയ്ക്കുമ്പോഴുള്ള കാളകളെ കൊണ്ടുപോകുന്നു, പൂട്ടാൻ കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു ആക്റ്റീവ് സറൗണ്ടിങ് ആയിരുന്നു. പണിക്കാരും ചവറ് വെട്ടലും നാറ് നടലും പാട്ടും തേക്കി, മോട്ടറൊന്നും ഇല്ലത്. അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോഴേ ഉള്ള വഴിയൊന്നും ഇല്ലാത്തൊരു വീട്, അതൊക്കെയാണ് കാര്യം. പ്രോപ്പർട്ടി കുറേ ഉണ്ട്, പക്ഷേ ലെവൽ ഓഫ് ദിസ് തിങ് ഇസ് എ പ്യുവർ ഫാമർ, അംബീഷ്യസ് ഫാദർ. സാധാരണ ഇപ്പം നമ്മൾ പറയും ഡോക്ടറുടെ മോൻ ഡോക്ടർ ആകും, എഞ്ചിനീയറുടെ മോൻ എഞ്ചിനീയർ ആകും. അപ്പൊ അച്ഛന് ആഗ്രഹം കർഷകനാകാനായിരുന്നു അതോ കൂടുതൽ പഠിപ്പിക്കാനായിരുന്നു? അച്ഛന് തീർച്ചയായിട്ടും എല്ലാ അച്ഛന്മാരെ പോലെയും ഞാൻ ഈ ചെയ്യുന്ന ഇത് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവരുത്, അവർ രക്ഷപ്പെടണം എന്നൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെയൊക്കെയല്ല ആഗ്രഹം. പക്ഷെ അതൊന്നും അത്ര ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആഗ്രഹങ്ങളല്ലായിരുന്നു. ഇത് ഇപ്പം എന്നെ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇത് പ്യുവർലി ആക്സിഡൻ്റൽ. ഞാൻ ഈ ലെവലിലെത്തിയോ അതൊരു പ്യുവർലി ആക്സിഡൻ്റലാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ജേർണി കറങ്ങി അപ്സ് ഡൗൺസ്, പ്രോബ്ലംസ്, ചലഞ്ചസ്, ഡിസപ്പോയിൻമെൻറ്റ്സ്, ഡിപ്രഷൻസ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ എത്തുന്നത്. ഏത് മൊമെന്റിലാണ് ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഒരു ജീവിതത്തിന് ഏറ്റവും വേണ്ടതെന്നും എഡ്യൂക്കേഷനെ നമുക്കൊരു ആർത്തിയോടെ പഠിക്കുക എന്ന് പറയുമല്ലോ, എനിക്ക് ആർത്തിയോടെ പഠിക്കുന്ന ഒരാൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സെഗ്മെന്റിലേക്ക് എന്താണ് ഒരു മാറ്റം ഉണ്ടാവുന്നത്? അത് എന്നെ സത്യം പറഞ്ഞാൽ ഒത്തിരി താമസിച്ചാണ് ഒന്ന് റിയലൈസ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ബേസിക്കലി ഞാനൊരു മോൻ, കംഫർട്ടബിൾ ലൈഫ്, കംഫർട്ടബിൾ ഫുഡ്, അടുത്ത സ്കൂള്, അവിടെ പോകുന്നു, വൈകുന്നേരം വരുന്നു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കളിക്കുന്നു, പാടത്ത് കളിക്കുന്നു, കോട്ട കളിക്കുന്നു, ഓടുന്നു, നീന്തക്കുളത്തിൽ ചാടുന്നു, പൊങ്ങിച്ചാടുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് നമ്മൾ പകർത്തെഴുത്ത് എന്താണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതുന്നു. പഠിത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് സ്കൂളല്ലേ, തട്ടിമുട്ടി പോകാനുള്ളതൊക്കെ മതിയല്ലോ, അപ്പോൾ എന്തായാലുമൊക്കെ അങ്ങ് പോയിക്കോളൂല്ലോ. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഫാദർ കുറച്ച് ബിസിനസ്സും കൃഷിയെല്ലാം കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. തൊട്ടടുത്ത് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടാക്കി. അതൊരു 8, 9, 10 ക്ലാസ്സുകൾ ഹൈസ്കൂളിൽ ആണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അഡ്മിഷനൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ പോയി അച്ഛൻ എന്തോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, ഇംഗ്ലീഷൊന്നും അറിയില്ല, പറഞ്ഞു കാണണം. എന്നാലും അഡ്മിഷൻ കിട്ടി. അവിടെ ബോർഡിങ്ങിലായിരുന്നു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ബോർഡിങ് സ്കൂളിൽ നമ്മൾ ഈ ക്ലാസ് റൂമിലാണല്ലോ കിടക്കണേ, ബെഡൊക്കെ തീർത്ത് വെച്ച് നിലത്താണ് കിടക്കണേ. പിന്നെ ലിമിറ്റഡ് ബാത്റൂം ഫെസിലിറ്റീസ്, ഇതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയത്. ആ ഷെയറിംഗ് ബേസിസ്, ടീം, ആ ഒരു കുറേ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ചെയ്തു. പിന്നെ രാവിലെ 5:30 ആകുമ്പോൾ വീട്ടിൽ എപ്പോഴും എണീച്ചാൽ മതിയായിരുന്നു. 5:30 ആകുമ്പോൾ അടിക്കും, അല്ലെങ്കിൽ വടിക്ക് അടി കിട്ടും. ഇതൊക്കെ ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ വളരെ എൻജോയബിൾ ആയിട്ടുള്ള. അതെ, അന്ന് ചെറിയ അടി കിട്ടും എണീറ്റില്ലെങ്കിൽ, പവച്ചു കൂടി കിടന്ന. അതാണ് സത്യം. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ലോക്കൽ കോളേജുകളിലൊക്കെ പഠിച്ചു. പ്രീ ഡിഗ്രി പഠിച്ചെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പഠിത്തമായിരുന്നോ ഉഴപ്പായിരുന്നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഒക്കെ മിനിമം മാർക്കിൽ ദൈവത്തിൻ്റെ അതുകൊണ്ട് മിനിമം മാർക്കിൽ എല്ലാം പാസ്സായി. ഡിഗ്രിയും പാസ്സായി. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അടുത്തത് എന്തെന്ന് ആലോചിച്ചു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനും പോവാം. അപ്പോൾ പിന്നെ അടുത്ത ഏറ്റവും ഉഴപ്പാൻ പറ്റിയൊരു കോളേജ്
നമ്മൾ കോളേജ് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി. അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. അന്ന് ഏത് സബ്ജക്റ്റിനാ ഞാൻ ആപ്ലിക്കേഷൻ ഏതും പഠിക്കാൻ നമ്മൾ തയ്യാറാണ്, കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആദ്യം പറഞ്ഞു ഫിസിക്സാണ് കിട്ടിയേക്കണേന്ന്. അത് സത്യ റെക്കമെൻഡേഷൻ വേണ്ടി വരുന്നു കേട്ടോ, കാരണം നമ്മുടെ ഈ മാർക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ കോളേജ്, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇച്ചിരി റെക്കമെൻഡേഷനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു ഫിസിക്സാണ് കിട്ടിയെന്ന്. അപ്പോൾ ഫിസിക്സ് പഠിക്കാനിട്ടിരുന്നു. കുറച്ച് പറഞ്ഞ് കെമിസ്ട്രി വന്നേക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് മാറി. അത്രേ ഉള്ളൂ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും പഠിക്കണല്ലോ. അപ്പോൾ ഏതായാലും എന്താ കുഴപ്പം? കെമിസ്ട്രി പഠിച്ചിട്ട് വല്ലതും മനസ്സിലായോ? കെമിസ്ട്രി പഠിച്ചിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ അന്നൊന്നും മനസ്സിലായില്ല, എന്തൊക്കെ മനസ്സിലായി. പക്ഷേ സയൻസ് പഠിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടി. അൾട്ടിമേറ്റ്ലി നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പാസ്സാന്ന് പറഞ്ഞല്ലോ. സെക്കൻഡ് ക്ലാസ്സിലാണെങ്കിലും സെക്കൻഡ് ക്ലാസ് വരെ പഠിക്കണ്ടേ. അപ്പോൾ അപ്പോൾ കുറച്ച് സയൻസ് പഠിച്ചതിൻ്റെ ഗുണങ്ങൾ ഞാൻ CA ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഗുണം കിട്ടി. സയൻറ്റിഫിക് അപ്രോച്ച്, കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ഒരു മാസം കൊണ്ടാണ് ഈ എല്ലാ സപ്ലിയും കൂടെ 3 വർഷത്തെ സപ്ലി ഒന്നിച്ച് ലാസ്റ്റ് ഇയറിലാണ് എഴുതിയത്. അപ്പൊ എല്ലാം കൂടെ ആദ്യം മുതലേ സപ്ലി തേർഡ് ഇയറിൽ എഴുതി എടുത്തിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി. അപ്പൊ എനിക്ക് മാത്രം എല്ലാ ദിവസവും, എനിക്കല്ല, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം എല്ലാ ദിവസവും പരീക്ഷ. കാരണം ഫസ്റ്റ് ഇയറിന്റെ കൂട്ടത്തിൽ എഴുതണം, സെക്കൻഡ് ഇയറിന്റെ കൂട്ടത്തിൽ എഴുതണം, തേർഡ് ഇയറിന്റെ മെയിൻ എഴുതണം, സബ് എഴുതണം, എല്ലാം കൂടെ കൂടി. അപ്പൊ ഒറ്റയടിക്ക് എല്ലാ എക്സാമും കഴിഞ്ഞു. പക്ഷേ സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി. അവിടുന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരു ഇതാണ്. എനിക്ക് സന്തോഷമുണ്ട് അത് പറയാനായിട്ട്. ഇതൊക്കെയാണ് ഒരു ഉൾവിളി എന്നൊക്കെ പറയണേ. എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെയോ എനിക്ക് തോന്നി ഇനി പണി പറ്റില്ല, രക്ഷപ്പെടണം എന്ന് തോന്നി. എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവില്ല ഒരു ടേണിംഗ് പോയിന്റ്. ഇത് തന്നെ വന്ന ടേണിംഗ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും തീരുമാനിച്ചു, സെക്കൻഡ് ക്ലാസ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ഇനി രക്ഷപ്പെടണം, ഇനി ലൈഫ് സീരിയസ് ആക്കണം. അപ്പോൾ ഞാൻ ഈ കെമിസ്ട്രിയും ഫിസിക്സും പറഞ്ഞോണം എന്തും പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഏതാ പഠിക്കാൻ പോയിട്ടില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ ബാംഗ്ലൂരിൽ ലോ പഠിക്കാൻ പോകുന്നുണ്ട്, ചിലരൊക്കെ ഇൻഡോറിൽ MSW പഠിക്കാൻ പോകുന്നുണ്ട്, ചിലർ ബെൽഗാമിൽ വേറെ എന്തോ കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന്. ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റേ ആളെ കൊണ്ടുപോകും. അപ്പോൾ അതിനെ പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഞാൻ ബസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടുതൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് പനി വന്നു, പോകാൻ പറ്റിയില്ല. അന്നേരമാണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞു, ഈ BSc-കാർക്കും CA പഠിക്കാൻ പറ്റും, നല്ലൊരു കോഴ്സാണ്. എന്നോട് പറഞ്ഞു ഷാജിക്ക് അത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇല്ല അറിയില്ല, കാരണം എൻ്റെ കസിൻ ഇങ്ങനെ കുറച്ച് MCOM ഒക്കെ പഠിച്ച് കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെ തോന്നി വിടാന്ന്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കെമിസ്ട്രി ആയിരുന്നു, പാസ്സായിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് എൻ്റെ റാങ്കൊക്കെ ഉള്ള പാർട്ടികളാണ്, കെമിസ്ട്രി പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പഴുതു നോക്കി നടക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് കിട്ടാനായിട്ട്. ഞാൻ ICWക്ക് ചേരാന്ന് വെച്ചാൽ ചവറയിൽ പോയി ആപ്ലിക്കേഷനൊക്കെ മേടിച്ചു. പിന്നെ ACS എന്നൊരു സാധനം ഉണ്ടെന്ന് കേട്ടു, അത് പഠിച്ചേക്കാന്ന് വെച്ചു. പിന്നെ LLB പഠിക്കുന്ന ഡിഗ്രി വേണമെന്ന് തോന്നുന്നു, അല്ല അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പഠിച്ചു. അവസാനം ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ CA പഠിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്നേരം കണ്ടേ, അത് പുള്ളി BSc കെമിസ്ട്രി പുള്ളി പാസ്സായി, പുള്ളിക്ക് നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ട്. പുള്ളി പഠിച്ചുകൊണ്ടല്ലേ പാസ്സായി. ഞാൻ ഇത്ര പെട്ടെന്ന് ക്രാഷ് കോഴ്സിൽ പുള്ളി 3 കൊല്ലം എടുത്ത് ഞാൻ 2.25 കൊല്ലം ഉഴപ്പിയിട്ട് 2 മാസം കൊണ്ട് പഠിച്ച് നമ്മൾ പാസ്സായില്ല. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പോൾ പാസ്സായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിന് മാത്രം അങ്ങനെ ഒരു സക്സഷൻ നമ്മുടെ ഫാമിലിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് പാസ്സായില്ലേ ആരും ചോദിക്കാനൊന്നുമില്ല. ഇത്രയും തന്നെ ആയത് തന്നെ അതിശയം എന്നുള്ളൊരു എൻ്റെ കഴിയിൽ എനിക്ക് തന്നെ ഭയങ്കര അഭിമാനമായി പോയതല്ലേ. അതെ തന്നെ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് എറണാകുളത്ത് വന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ പോലീസിലുണ്ടായിരുന്നു, പുള്ളി എടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെ എനിക്കത് CA പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വേറെ 2 കസിൻസൊക്കെ പിന്നെ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ പുള്ളി ഈ പോലീസിലുള്ള ഒരു ഹൈ റേഞ്ച് ആംഗിളാണ്. അപ്പോൾ എനിക്ക് പരിചയമൊന്നുമില്ല, കൊണ്ടുപോയി പരിചയപ്പെടുത്തി. കുറേ സ്ഥലത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു BSc സെക്കൻഡ് ക്ലാസ് കൊണ്ട് CA പഠിക്കാൻ വന്നാൽ ഇത് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവിടെ BCom ക്ലാസ്സുകാരും റാങ്കുകാരൊക്കെ വന്നിട്ട് പോലും പാസ്സാവണില്ല. 2%, 5% ഒക്കെ ഉള്ളൂ പാസ് പെർസെൻറ്റേജ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഒരു വിധത്തിൽ എനിക്കൊരു സ്ഥലത്തൊരു അഡ്മിഷൻ, ഇതൊരു ദൈവാധീനം. ആ സാറിന് എന്ത് തോന്നിയോ നമ്മൾ എടുത്തു. പിന്നെ അവിടെ മുതൽ പിന്നെ നമ്മൾ സീരിയസ് പഠിത്തം തുടങ്ങി, സീരിയസ് ആയിട്ട് പഠിത്തം തുടങ്ങി. നമ്മൾ നന്നായിട്ട് പഠിച്ചു, ട്യൂഷനുകൾ പോയി തുടങ്ങി. പിന്നെ അന്നിവിടെ കോച്ചിങ്, ഇന്റർനെറ്റ് കോച്ചിങ്, ലൈൻ ഒന്നുമില്ല, ട്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഉള്ള ട്യൂഷൻസൊക്കെ പോയി. പിന്നെ ആരോ പറഞ്ഞു മദ്രാസിൽ നല്ല കോച്ചിങ് ഉണ്ട്, എൻ്റെ സദേൺ റീജിയൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് പൊക്കളയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബോസിനോട് ചോദിച്ചപ്പോൾ പൊക്കളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി
പോയി പഠിക്കാൻ വേണ്ടി അങ്ങ് പോയി, ഒരു ട്രെയിനിൽ കയറി അങ്ങോട്ട് പോയി ഉള്ള ഇതൊക്കെ വെച്ചിട്ട് അവിടുത്തെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത്. സാധാരണ കേരളത്തിൽ നിന്ന് എല്ലാവരും മദ്രാസിന് പോണ സിനിമാ മോഹികളായിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ബോംബെക്ക് പോകുന്നത് ജോലിക്കും, മദ്രാസിന് പോകുന്ന സിനിമയ്ക്കും അല്ലേ? കറക്റ്റാണ്. അങ്ങനെ അങ്ങ് പോയി. ഇതിൽ നിന്നൊരു ജീവിത പാഠം എന്ന് പറയണേ എനിക്ക് എന്നോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ, നമുക്കൊരു സീരിയസ്നെസ്, നമുക്ക് രക്ഷപ്പെടണം, നമുക്കൊരു സക്സസ്ഫുൾ പേഴ്സൺ ആവണമെന്ന് ഏത് സ്റ്റേജിൽ തോന്നിയാലും കുഴപ്പമില്ല, ഏത് വയസ്സിൽ തോന്നിയാലും കുഴപ്പമില്ല, സ്റ്റേജിൽ മുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഇത്രയും കാലം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, നമ്മളിപ്പോൾ ഉഴപ്പി നടന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചോണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് ജീവിതം പഠിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലോർ ലെവലിൽ ഫീലോടുകൂടി ജീവിക്കണം. നമ്മൾ പുസ്തകപ്പുഴുവായിട്ടല്ല. നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം തരികിട പ്രശ്നങ്ങളുണ്ട് ഇത് മുഴുവൻ നമുക്കറിയാം. അപ്പോൾ അത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവും. ഇതിപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഐ എം എ ലക്കി പേഴ്സൺ, രണ്ടും കിട്ടി. ഇപ്പോൾ സ്ഥിരം ക്ലാസ്സിൽ പോയിരുന്ന് ഇത് പഠിച്ചായിരുന്നെങ്കിലും ഒരു പക്ഷേ ചാർട്ടർ അക്കൗണ്ട് ആവുമായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഹോസ്റ്റലിൽ ലോഡ്ജിലൊക്കെ താമസിച്ച് അറിയാലോ, സിനിമകളെ കാണുന്നില്ല, അതൊക്കെ തന്നെയായിരുന്നു ജീവിതം. ഒരു വൈകുന്നേരം ഓരോ കുറ്റി വീടി വലിക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ പിരിവിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിറ്റ് എല്ലാം കിട്ടുമെന്ന് നോക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം ആ ലെവലിൽ. പക്ഷെ ഇതും ആ ജീവിതത്തിനൊരു വലിയ യൂസ്ഫുൾ ആണ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. കാരണം നമ്മൾ ജീവിതം കണ്ടാണ് വന്നത്. അപ്പം അങ്ങനെയാണ്. അവിടുന്ന് വീണ്ടും ഒരു ചേഞ്ച് ലൈഫിൽ ഉണ്ടാവുകയാണ്. ഈ ഒരു CA ഫേമിൽ നിന്ന് പിന്നീട് ലൈഫിൽ ഒരു അടുത്ത ലെവലിലേക്ക്. അല്ല, CA എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ നമുക്ക് ട്രെയിനിങ് ഉണ്ട്, അപ്രന്റീസ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്നത്, അതിനുള്ള ലീവ് എടുത്ത് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ചലഞ്ച് ഭയങ്കരമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നു, അവിടെ ട്രെയിൻ പോയി ഇറങ്ങുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ വന്നിട്ട് എന്നെ ഒരു ഹോസ്റ്റലിൽ ഒരു അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ മുതലേ ഹോം സിക്നെസ് ആണ്. ഇവിടെ സുഖമായിട്ട് അമ്മച്ചിയുടെ ചോറും മീൻകറിയും എല്ലാം കൂട്ടി സുഖമായിട്ട് ഉണ്ട് ഉറങ്ങി ജീവിച്ച ആള് നമ്മൾ വെറുതെ മദ്രാസിന് എത്തുന്നു, കുറേ കൾച്ചർ, തമിഴ് സംസാരം, റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോറിക്ഷ കയറിക്കൊണ്ട്, ഇതൊക്കെ ഇങ്ങനെ നമുക്കൊരു നാട്ടിൽ നിന്ന് പോയ ഒരു ശ്രീനിവാസനൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണുപിടിച്ചിരിക്കണു കൊണ്ടുപോകണം. പക്ഷെ അവിടെ പുള്ളി എന്നെ കൊണ്ടേ ആക്കിയത് ഒരു YMCA, പാരീസ് YMCA, അതായത് അവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബ്രോഡ്വേയുടെ അവിടെ പാരീസ് ബർമ ബസാർ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു YMCA ഉണ്ട്. റോഡ് സൈഡിലൊരു വലിയൊരു സ്ഥലത്താണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എന്നെ ടെമ്പററി ആക്കിയിട്ട് ഒരു 15 ദിവസത്തേക്ക് എങ്ങനെയും അക്കോമഡേഷൻ മേടിച്ചിട്ടാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും കൾച്ചറൽ ഷോക്ക് ഭയങ്കരമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ലാംഗ്വേജ് പ്രശ്നം, പിന്നെ ഇവരൊക്കെ ഹൈ എൻഡ് അവിടെ ജോലിക്കാരും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. ജോലിക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പോകുന്നു. ഹാഷ് പോഷൻ. നമ്മളൊരു സാധാരണ ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഡ്രസ്സിങ്ങിലൊന്നും നമുക്കറിയില്ല. ചെന്നു ഈ പുള്ളിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ആളായതുകൊണ്ട് എനിക്കൊരു ബെഡൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ക്ലാസ്സിലൊക്കെ പോയി ട്യൂഷനൊക്കെ പോയി. അങ്ങനെ അവിടെയും ഒത്തിരി ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളും ഇതും പൈസയുടെ പ്രശ്നങ്ങളും ഒത്തിരി, സത്യം പറഞ്ഞാൽ കുറേ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷേ ഈ പഠിത്തം വിട്ടില്ല അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ ഒരു സന്തോഷമായിട്ട് പറഞ്ഞാൽ അവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, 10 സ്റ്റുഡൻസ് ഉണ്ട്, 10-60 ഇമേറ്റ്സും ഉണ്ട്, ജോലിക്കാരും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അപ്പോഴും നമ്മുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാണല്ലോ. നമ്മൾ ഇച്ചിരി എന്നാണ് കൂട്ടുകൂടാനൊക്കെ നമ്മൾ പോവും. നമുക്ക് ആ ഒരു സിനിമയിൽ പിള്ളേർ പറയുന്ന ബാംഗ്ലൂർ എത്തിയിട്ട് ഓർമ്മ അടിക്കാതെ എക്സാക്ട്ലി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് 8:30 വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കൂടിയ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടിയിട്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ 10-10:30 ആകുമ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ക്ലബ്ബിൽ ഒരു ടേബിളിനോടൊരു ടേബിൾ ലാമ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ പഠിച്ച് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ആന്ധ്ര എന്നുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പരിചയപ്പെടാൻ വന്നു. അത് ലൈറ്റ് കൊണ്ടുകൊണ്ട് വന്നതാണ്, എന്ത് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഒക്കെ ചെയ്യുന്നതല്ലേ, എന്തായാലും നിങ്ങൾ യു വിൽ ഗെറ്റ് ത്രൂ, യു വിൽ ക്വാളിഫൈ CA. കാരണം ആ പഠിത്തത്തിൻ്റെ സീരിയസ്നെസ് കണ്ടിട്ട് അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ട് പാസ്സായെന്നറിയാം. എന്നാലും പാസ്സായി. കാരണം മറ്റുള്ളവരെ പോലെ ഉഴപ്പല്ല, നമ്മളെ സീരിയസ്നെസ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞത്. പിന്നെ ഇവിടെ വന്ന് പല പ്രാവശ്യം എഴുതേണ്ടി വന്നു സത്യം പറഞ്ഞാൽ. അയ്യോ, ആ നമ്പർ പറയണത് ശരിയല്ല, പക്ഷെ അത് ഒത്തിരി ധാരാളം ഞാൻ പറയാറില്ലേ. കാരണം നമ്പർ എനിക്ക് പോലും വലിയ പിടിയില്ല, അതുകൊണ്ട് പറയാത്ത. പാസ്സായിട്ട് അടുത്ത സ്റ്റേജ് എന്തായിരുന്നു? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ലക്കിലി ഞാൻ ഇന്റർവ്യൂവിലും ഈയിടെ നമ്മുടെ സ്വാമി മരിച്ചുപോയി, അവിടെ കിട്ടിയതാണ് അടുത്തൊരു വലിയൊരു ഭാഗ്യം. അപ്പോഴത്തേക്ക് നമ്മൾ സീരിയസ് ആണ്. പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ ഫൈനൽ എഴുതിയിട്ട് അവിടെ ചെന്ന് ഉടനെ പാസ്സായി. പിന്നെ അവിടെ പാർട്ട്ണറായി. അന്നേരമൊക്കെ അവിടുത്തെ ഒരു ഗുണം കിട്ടിയത്,
ഞാൻ വർക്ക് ചെയ്യാൻ ഞാൻ എറണാകുളം YMCA താമസിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങും. രാത്രി അവിടെ ചെല്ലുമ്പോൾ 10 മണിയാവും. എല്ലാവരും എന്നെ കളിയാക്കും, തനിക്ക് വല്ല അസുഖമെല്ലാം ഉണ്ടെങ്കിൽ പോലെ. ഈ 10 മണിക്ക് പിന്നെ അവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പം അതിലും കൂടിയിട്ട് പിന്നെ രാവിലെ എന്തായാലും ഞാൻ രാവിലെ 5:05 ആകുമ്പോഴത്തേക്ക് എണീറ്റ് ഒന്ന് ഓടാൻ, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടാനൊക്കെ പോയി. 7 മണിയാകുമ്പോഴത്തേക്കും എനിക്കൊരു SD ബൈക്കൊക്കെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് സ്വന്തമായിട്ട് മേടിച്ചൊന്നുമല്ല, തന്നെയാണ് എനിക്ക് മേടിച്ചു തന്നു. അപ്പം അതിൽ 7 ആകുമ്പോഴത്തേക്കും അന്നേരം ഉണ്ടാക്കിയ എന്നാണ് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആ 3 വർഷം കൊണ്ട് കിട്ടിയ ഒരു ജീവിതം. 3 വർഷം സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നു. 3 വർഷം ഉണ്ടായിരുന്നു.